ഹലോ. കുട്ടികളുടെ വെക്കേഷൻ തീരാറായി. പക്ഷേ ഇപ്പോഴത്തെ ഒരവസ്ഥയെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് പുറത്തിറങ്ങി കളിക്കാൻ പറ്റാത്തൊരവസ്ഥ. നല്ല മഴ. എന്തായാലും ഞങ്ങളുടെ അവിടെ മഴ ഒന്ന് തോർന്നപ്പോഴത്തേക്ക് കുട്ടികളെല്ലാം കൂടെ അപ്പുറത്തെ വീട്ടിലെ തിണ്ണയിലിരുന്ന് കാർഡ്സ് കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവർ അതിൽ നിന്ന് ബോറടിച്ചപ്പോഴത്തെ എൻ്റെ അടുത്ത് ചോദിച്ചു സൈക്കിൾ ചവിട്ടിക്കോട്ടെ എന്ന്. ഞാൻ പറഞ്ഞു ചവിട്ടിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അവർ സൈക്കിളൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നേരം ചവിട്ടി. പിന്നെ അതിൽ നിന്നും അടുത്തപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് ഗ്രൗണ്ടിൽ പോയാലോ, ഗ്രൗണ്ടിൽ പോയി എന്തെങ്കിലും കളിക്കാമെന്ന്. അങ്ങനെ ഗ്രൗണ്ടിൽ ചെന്നപ്പോൾ എനിക്കൊരു തോന്നൽ ഞാനൊന്ന് സൈക്കിൾ ചവിട്ടിയാലോ എന്ന്. ആക്ച്വലി കുറേ നാളായി സൈക്കിൾ ചവിട്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഞാനൊന്ന് സൈക്കിളിൽ കയറി ഞാനൊന്ന് ചവിട്ടി. എനിക്ക് തോന്നിയത് കുറേ ദിവസം കഴിഞ്ഞ് സൈക്കിൾ ചവിട്ടുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടായിരിക്കും എനിക്ക് ഫീലായത്. എന്തായാലും എൻ്റെ അടുത്തുള്ള വിശ്വാസം കൊണ്ട് ഒരുത്തൻ ഓടുന്ന ഓട്ടമാണ് ആ കണ്ടത്. അങ്ങനെ എൻ്റെ സൈക്കിൾ ചവിട്ടലും കുട്ടികളുടെ സൈക്കിൾ ചവിട്ടലെല്ലാം കഴിഞ്ഞപ്പം ഞങ്ങൾ തീരുമാനിച്ചു നമുക്ക് വേറെ എന്തെങ്കിലും കളിക്കാമെന്ന്. അങ്ങനെ കണ്ണുകൊത്തി കളിയായിരുന്നു ഞങ്ങളുടെ അടുത്ത ടാർഗറ്റ്. അവരുടെ കൂടെ നിന്ന് കളിച്ചപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു. എന്തുകൊണ്ട് ഞാൻ കുറച്ച് കുട്ടിക്കാലത്തോട്ട് പോയി. ഞാൻ എന്നെ തന്നെ മറന്നാണ് ഞാൻ അവരോട് കളിച്ചത്. ഞാൻ കുറച്ച് നേരത്തേക്ക് ഒരു കുട്ടിയായി അവരുടെ കൂടെ തന്നെ ഞാനും ചേർന്ന്. അങ്ങനെ ഭയങ്കര ഹാപ്പി. കുട്ടികളുടെ ഇങ്ങനത്തെ കളികൾ കളിക്കുന്നവർക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തേക്കണം. പിന്നെ ഫോൺ അഡിക്ഷനൊക്കെ അത് കുറച്ച് മാറ്റാൻ പറ്റും. അവർ വീടിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോഴാണ് അവർക്ക് കൂടുതൽ ഫോൺ കാണണം, ഫോണിൽ ഗെയിം കളിക്കണം എന്നൊക്കെ ഒരു തോന്നണം. അവർ നമ്മളിങ്ങനെ ഗ്രൗണ്ടിലൊക്കെ വിടുമ്പം കുട്ടികളിലൂടെ അവരെ കളിക്കാൻ വിടുമ്പോഴത്തേക്കൊക്കെ അവരുടെ ആ മൈൻഡ് സെറ്റ് കുറച്ചൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. എന്തായാലും അവരുടെ കളിച്ച് ഞാനൊരു കുട്ടിയായി. അങ്ങനെ കുറച്ച് നേരം കളിച്ചപ്പോഴത്തേക്ക് എനിക്ക് തോന്നി ഒരു കട്ടൻ കുടിച്ചാലോ എന്ന്. ബിക്കോസ് നല്ല ചാറ്റൽ മഴയും ചെറിയ തണുപ്പൊക്കെ ഉള്ള ആ ഒരു ക്ലൈമറ്റ് നമുക്ക് എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഞാൻ അവിടുന്ന് നേരെ വീട്ടിലോട്ട് വീട്ടിൽ പോകുന്ന വഴിക്ക് ഞാൻ കുട്ടികൾക്ക് വേണ്ടി ഒരു ബിസ്ക്കറ്റും പിന്നെ ഒരു മിച്ചറും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നേരെ വീട്ടിൽ ചെന്നിട്ട് അവർക്കും കൂടി ഞാൻ കട്ടനിട്ട് അവരെയും വിളിച്ച് അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് ആ ബിസ്ക്കറ്റും കട്ടനൊക്കെ കഴിച്ചിട്ട് എൻ്റെ അടുത്ത് ടാറ്റ ബൈ ബൈ പറഞ്ഞ് അവർ പിന്നെയും കളിക്കാൻ പോയി. അങ്ങനെ